ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആട്ടുകാൽ പായ ഉണ്ടാക്കിയാലോ? വായോ വീഡിയോയിലോട്ട് പോകാം. കുക്കറിലോട്ട് ആട്ടുംകാല്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 15 വിസിലടിക്കുക. ഒരു ചട്ടിയിലോട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് നാളികേരം, കസ്കസ, അണ്ടിപ്പരിപ്പ് അരച്ച് വെക്കുക. ഒരു 30 മുതൽ 40 ചെറിയുള്ളി ക്രഷ് ചെയ്ത് വെക്കുക. സോമ്പ്, അതായത് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി ഇല, കുരുമുളക് ഇതെല്ലാം നല്ലെണ്ണയിൽ ചേർക്കുക. ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളകും തക്കാളി, ഒരു തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നന്നായി വാടിയതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടുകാല് നേരെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിക്കായി പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാല്, ഞാൻ തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തേക്കണ്. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ ആട്ടുകാൽ പായ റെഡി. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കുക. ചോറിനും ദോശയ്ക്കും ഇഡ്ലിക്കും ചപ്പാത്തിക്കും എന്ന് വേണ്ട എല്ലാത്തിനും ഒരേ ഒരു കറി ഇതുണ്ടായി കഴിഞ്ഞാൽ പൊറോട്ട, ചോറ്, ദോശ, ചപ്പാത്തി, എല്ലാത്തിനും ഒരേ കറി ആട്ടുകാൽ പായ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ചേർക്കുമ്പോൾ മല്ലിയിലയും കറിവേപ്പിലയും തേങ്ങ എണ്ണയൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ ബൈ ഫ്രണ്ട്സ്.